അമേരിക്കയ്ക്ക് ഇറാനിൽ സംഭവിച്ചതെന്ത്? ട്രംപ് ശരിക്കും കുഴിയിൽ വീണോ? ലോകം മുഴുവൻ ഉറ്റുനോക്കിയ അമേരിക്ക ഇറാൻ പോരാട്ടം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണോ? സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഇറാന് മുന്നിൽ പതറുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. പ്രധാന പോയിന്റുകൾ. 1. ഭരണമാറ്റം എന്ന മോഹം പാളി. ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. എന്നാൽ ഒരു നേതാവ് പോയപ്പോൾ അതിലും കർക്കശമായ നിലപാടുള്ള മറ്റൊരു നേതൃത്വം അധികാരത്തിൽ വന്നു. ഇറാന്റെ നിലപാടുകൾ മുമ്പത്തെക്കാളും കടുപ്പമായി മാറുകയാണ് ചെയ്തത്. 2. അമേരിക്കൻ പ്രതിരോധത്തിന്റെ വീഴ്ച. GCC രാജ്യങ്ങളിലെ അമേരിക്കൻ മിലിറ്ററി ബേസുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് അമേരിക്കയുടെ സുരക്ഷാ വാഗ്ദാനങ്ങളെ ഗൾഫ് രാജ്യങ്ങൾക്ക് സംശയമുണ്ടാക്കാൻ കാരണമായി. 3. ഭീമമായ സാമ്പത്തിക നഷ്ടം. വിദഗ്ധരുടെ കണക്ക് പ്രകാരം ഈ യുദ്ധം വഴി അമേരിക്കയ്ക്ക് കുറഞ്ഞത് 30,000 കോടി രൂപയുടെയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട്. ഇറാന്റെ വില കുറഞ്ഞ ഡ്രോണുകളെ തകർക്കാൻ ലക്ഷങ്ങൾ വിലയുള്ള മിസൈലുകൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. ഇത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. 4. ട്രംപിന്റെ രാഷ്ട്രീയ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ വലിയൊരു കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. റഷ്യയും ചൈനയും ഇറാനെ പിന്താങ്ങുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സ്വാധീനം കുറയാൻ കാരണമാകുന്നു. ചുരുക്കത്തിൽ അമേരിക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ കൂടുതൽ കരുത്തു കാട്ടുകയും ചെയ്യുന്നു. ഇത് ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്ക ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കായി പിന്തുടരുക. ജാൻ ഷായാൻ.